വന്നാലും ഞാനും പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ദിവസത്തെ ലഞ്ച് അയിലക്കാട് മീൻചട്ടിന്ന് കഴിക്കണം. അങ്ങനെ കാലങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ ഇന്ന് അങ്ങ് പോയി. പക്ഷെ നമ്മൾ മാത്രം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടായില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഞങ്ങളുടെ മീൻചട്ടി യാത്ര. അപ്പോൾ ഞങ്ങൾ അവിടെ പോയെങ്കിലും മനുഷ്യന്മാരുടെ അപാരമായ തിരക്ക് കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഗൈസ്. അപ്പൊ പിന്നെ ഞാനും അമ്മയും വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് മീൻ വേറെ സ്ഥലത്തുനിന്ന് കഴിച്ചുകൂടാ? മീൻ കഴിക്കണമെന്നേ ഉള്ളൂ, മീൻ ചട്ടിന്ന് കഴിക്കണമെന്നില്ലല്ലോ. ഇവിടെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു കടയാട്ടോ ഇത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ചെമ്പല്ലിയും കരിമീനുമാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഒരു ചോറിന് വരുന്നത് 60 രൂപ കേട്ടോ. അതിൽ മീൻ കറി, പപ്പടം, അവിയൽ, പുളിയിഞ്ചി, അച്ചാറ്, ചമ്മന്തി, എലിശ്ശേരി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് കായൽ മീനും നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ മൊരിഞ്ഞു കിടക്കുന്ന ഫിഷ് ഫ്രൈയിലോട്ട് നാരങ്ങ നീരിങ്ങനെ ഒഴിച്ച് അതിങ്ങനെ ചൂടോടെ നുള്ളി കഴിക്കണം. കൈയൊക്കെ പൊള്ളും, പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ്. അയിലക്കാടുള്ള എല്ലാ കടകളുടെയും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇരിക്കാൻ നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് അതിന്റെ റീസണും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല ഹോംലി ടച്ചുള്ള ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ്. എല്ലാം കഴിഞ്ഞ് അവസാനം ഇതുപോലെ കുറച്ച് പായസം കിട്ടും. അതും കൂടെ അങ്ങ് കുടിക്കുമ്പോൾ വയറും നിറയും, ഒപ്പം മനസ്സും. അങ്ങനെ കാലങ്ങളായുള്ള കായൽമീൻ കഴിക്കാനുള്ള ആഗ്രഹം ഇന്നത്തോടെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തോടെ അവസാനിച്ചു എന്നല്ല. ഈ ആഗ്രഹം ഇനി ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്.